ഇപ്പോൾ ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു മെറ്റൽ ഡിഫൻഡറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റൽ ഡിഫൻഡർ വരുന്നത്. ഒരു 1/36 സ്കെയിലിൽ വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ആ ഒരു ബോണറ്റൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. പക്ഷേ ഈ ഡോറുകൾ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന എല്ലാം തന്നെ മെറ്റൽ ഫിനിഷിലാണ് വരുന്നത്. ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലാണെങ്കിലും ബാക്ക് സൈഡിലാണെങ്കിലും അടിവശത്തേക്കാണെങ്കിലും ഈ ഒരു രീതിയിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഒരു 250 രൂപ റേഞ്ചിൽ ആണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാക്കിലെ ഡോറുകൾ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ആ ഒരു ബാക്കിലെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ ബാക്കിലാണെങ്കിൽ ഏറ്റവും ടോപ്പിലാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ബോഡിയൊക്കെ കാണാം. അതുപോലെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ആ ഒരു ലാഡർ കാണാം. ലാഡർ പ്ലാസ്റ്റിക്കാണ്, ജസ്റ്റ് അത്രേ ഉള്ളൂ. ലാഡർ നമുക്ക് നിവർത്താനൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് അലോയ് വീലിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കുഴപ്പമില്ല, നല്ലൊരു അലോയ് വീലൊക്കെയാണ്. ഡോറാണെങ്കിലും ഡോർ ഹാൻഡിലാണെങ്കിലും ആ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിററൊക്കെ ഓക്കെ എന്ന് പറയാനേ ഉള്ളൂ. പിന്നെ ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഞാനിത് അടുപ്പിച്ച് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കുറച്ചും കൂടി ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇതൊക്കെയാണ് സീറ്റിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാം, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇടിപ്പിച്ച് കളിക്കാനൊക്കെ ആയിട്ട് കൊള്ളാവുന്ന ഒരു വണ്ടിയാണ്. ആ ഹെഡ്ലൈറ്റ്, ആ ഒരു ഫ്രണ്ടിലെ വീലൊക്കെ വരുമ്പം അതൊക്കെ കാണുമ്പോൾ നല്ല ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിലോട്ട് വരുമ്പോൾ അത്ര ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, ഒരു ടോയ് കാർ എന്ന രീതിയിൽ ഇത്ര പ്രതീക്ഷിച്ചാൽ മതി. ഇത് ഇപ്പോൾ ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു മെറ്റൽ ഡിഫൻഡറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റൽ ഡിഫൻഡർ വരുന്നത്. ഒരു 1/36 സ്കെയിലിൽ വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ആ ഒരു ബോണറ്റൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. പക്ഷേ ഈ ഡോറുകൾ